മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ പുതിയ അറിവുകൾ, സാങ്കേതികവിദ്യകൾ, നൈപുണികൾ, രുചിഭേദങ്ങൾ, ഫാഷനുകൾ തുടങ്ങിയവ കേരളത്തിലേക്ക് എത്തിക്കുന്ന വാതായനങ്ങളായി പ്രവാസികളെ കണ്ടുകൊണ്ടുള്ള വികസന സമീപനം ആവശ്യമാണ്. അതിന് അകത്തുള്ള കേരളവും പുറത്തുള്ള കേരളവുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനാവണം. സർ, അധികാര വികേന്ദ്രീകരണവും ഭരണത്തിൻ്റെ ജനാധിപത്യവൽക്കരണവും കേരളത്തിലെ വികസന തന്ത്രത്തിലെ അവിഭാജ്യ ഘടകമാണ്. സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ഭാവിയിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് കൂടുതൽ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും. സർ, കേരള സംസ്ഥാനം അതിവേഗം ഒരു സംയുക്ത നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നഗരവൽക്കരണത്തിൻ്റെ പ്രത്യേകതകളെ ഉൾക്കൊള്ളുന്ന തരത്തിൽ പ്രാദേശിക ആസൂത്രണത്തെ മാറ്റി തീർക്കേണ്ടതുണ്ട്. ഏറ്റവും വൃത്തിയുള്ള ട്രാഫിക് ജാമുകളില്ലാത്ത ഉയർന്ന ജീവിത ഗുണമേന്മയുള്ള ഒരു നഗരമായി കേരളം മാറുകയാണ്. നഗരങ്ങളോടൊപ്പം ഗ്രാമജീവിതത്തെയും സംരക്ഷിച്ചു പോകുന്ന നയമാണ് വേണ്ടത്. സർ, കേരള വികസന മാതൃകയുടെ അടിസ്ഥാനം സാമൂഹ്യനീതിയും സാമൂഹ്യക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള കൂട്ടായ ഇടപെടലുകളാണ്. പശ്ചാത്തല മേഖലയുടെ വികസനത്തിൽ ഊന്നിയ ഘട്ടത്തിലും സാമൂഹ്യനീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കേരളം തയ്യാറായിട്ടില്ല. ജീവിതത്തിൻ്റെ പൊതു സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്ന നയങ്ങളാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ എത്തി നിൽക്കുന്ന ഈ സമീപനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് സംസ്ഥാനത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ലക്ഷ്യമാണ്. സർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടികൾ ലോക വ്യാപാര രംഗത്ത് വലിയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ ആ അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചു. അത് ഇന്ത്യയെയും കേരളത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ മറൈൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെയും അത് സാരമായി ബാധിച്ചു. ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങി GST നിരക്കുകൾ കേന്ദ്ര സർക്കാർ കുറച്ചത് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചു. യൂറോപ്യൻ സാമ്പത്തിക സമൂഹമായി ഇന്ത്യ ഒപ്പിട്ടിട്ടുള്ള പുതിയ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. എന്നാൽ നമ്മുടെ ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ള വ്യവസായ മേഖലയ്ക്കും ഇതുമൂലം തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയും ശക്തമാണ്. ഈ സാഹചര്യം ഉൾപ്പെടെ നേരിടാൻ നമുക്ക് മുൻകൂട്ടി സജ്ജമാകേണ്ടതുണ്ട്. സർ, ലോകം ജനാധിപത്യ ക്രമത്തിൽ നിന്നും പിന്നോട്ടുരുളുന്ന കാഴ്ച ആശങ്ക ഉളവാക്കുന്നതാണ്. ഒരു റിപ്പബ്ലിക്കിൻ്റെ തലവനെ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി പ്രസിഡന്റ് മന്ദിരത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത് അമേരിക്കയുടെ ജയിലിലടച്ചതുപോലെയുള്ള സംഭവങ്ങൾ കോളനി ഭരണകാലത്ത് പോലും അത്യപൂർവമായിരുന്നു. സർ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പാണ്. നാം കേരളീയർ ഒറ്റക്കെട്ടായി സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി മുന്നേറണം. ഐക്യത്തോടെ നാടിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിന്നാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് നേരിടാം. നമ്മുടെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. ഭാവിക്കായി കരുതലോടെ സംസ്ഥാന താല്പര്യം ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ഭാവിയിലേക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. സർ, ഇനി ഞാൻ 2025-26 വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെയും 2026-27 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുകളുടെയും സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കട്ടെ. സർ, 2025-26 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്: റവന്യൂ വരവ് 1,37,082.61 കോടി. റവന്യൂ ചെലവ് 1,73,971.80. റവന്യൂ കമ്മി 36,889.19. മൂലധന ചെലവ് 15,632.07. വായ്പകളും മുൻകൂറുകളും തനി 1,428.24. പൊതുക്കടം തനി 49,908.80. പൊതുക്കണക്ക് തനി 4,000. ആകെ കമ്മി 40.71 കോടി. വർഷാരംഭ രൊക്ക ബാക്കി 3,341.74 കോടി. വർഷാന്ത രൊക്ക ബാക്കി 382.45. സർ, 2026-27 ബജറ്റ് എസ്റ്റിമേറ്റ് രൂപ കോടിയിൽ: റവന്യൂ വരവ് 1,82,972.10. റവന്യൂ ചെലവ് 2,17,558.76. റവന്യൂ കമ്മി 34,586.66. മൂലധന ചെലവ് 19,384.86. വായ്പകളും മുൻകൂറുകളും 1,447.99. പൊതുക്കടം 51,378.49. പൊതുകണക്ക് 4,000. ആകെ കമ്മി 41.01. വർഷാരംഭ രൊക്ക ബാക്കി 382.45. വർഷാന്ത്യ രൊക്ക ബാക്കി 423.46. സർ, ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ്, ഈ ബഡ്ജറ്റിൽ കൂടി പ്രഖ്യാപിച്ച അധിക ചെലവ് 1,350 കോടി. വർഷാന്ത്യ രൊക്ക ബാക്കി 1,773.46. സർ, 2026-27 ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. Yes. താങ്ക് യു. ഒരു അക്കാഡമിക് ഇൻഫർമേഷന് വേണ്ടി അംഗങ്ങൾ അറിയിക്കുകയാണ്. ഒന്നാമത് KLA കേരള ഫോർമേഷന് ശേഷം 15ാമത് KLAയിലേക്ക് എത്തുമ്പം 77ാമത്തെ ബജറ്റ് 77th ബജറ്റാണ് ശ്രീ KN ബാലൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.